മലപ്പുറം കുറ്റിപ്പുറത്തെ നഴ്സിൻ്റെ ആത്മഹത്യയിൽ ആശുപത്രിക്കെതിരെ മരിച്ച അമീനയുടെ കുടുംബം അമീനയുടെ ചികിത്സ ആശുപത്രി മാനേജർ അബ്ദുൾ റഹ്മാൻ മനഃപൂർവ്വം വൈകിപ്പിച്ചു. അമീനയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ബന്ധുവിൻ്റെ ക്ലിനിക്കിൽ കൊണ്ടുപോകണം എന്ന് വാശി പിടിച്ചു. മണിക്കൂറുകളോളം ചികിത്സ വൈകിപ്പിച്ചതിന് ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നും കുടുംബത്തിൻ്റെ ആരോപണം. 24 ബ്രേക്കിംഗുമായി റാഫി കരീം ചേരും. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. ചികിത്സ വൈകിപ്പിച്ചു. അതല്ല, ഇവർക്ക് എന്തായാലും ഞങ്ങളുടെ വാപ്സിയുടെ ചേട്ടൻ അവിടെ ഉണ്ടെന്ന് അറിയാമായിരുന്നു. എന്നിട്ട് അവരെ പോലും അവർ ഇൻഫോം ചെയ്തില്ല. നമ്മുടെ അടുത്ത് 6:45 അവർ ഫോണിൽ വിളിച്ച് പറയണത് ഇങ്ങനെ പനി കൂടിയിട്ടുണ്ടെന്നും പറഞ്ഞാണ് വിളിച്ചത്. അത്രയും നേരം അവർ ഈ ഇഷ്യൂസൊക്കെ ഉണ്ടായപ്പം ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റൽ മാറ്റി കുറേ ഡിലേ ആക്കി. അതും 3-4 ക്ലിനിക്ക് പോലത്തെ ചെറിയ ചെറിയ ഹോസ്പിറ്റലിൽ കൂടെ 2 ഹോസ്പിറ്റലിലെങ്ങാണ്ടാണ് കൊണ്ടുപോയത്. അങ്ങനെയാണ് നമുക്ക് വിവരം കിട്ടിയത്. മാനേജറിൻ്റെ മൂത്താപ്പായോ കൊച്ചാപ്പ അങ്ങനെ ആരുടെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെ അയാൾ വാശി പിടിക്കുമായിരുന്നു. കൊച്ചിയിൽ നിന്ന് റാഫി കരീം വിവരങ്ങളുമായി ചേരുകയാണ്. റാഫി, വിശദാംശങ്ങൾ. SKN ഗുരുതരമായ ആരോപണങ്ങളാണ് അമീനയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമീനയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. അമീന ജോലി ചെയ്തിരുന്ന സ്വകാര്യ ആശുപത്രിയിലെ മാനേജറുടെ മാനസികമായ പീഡനം മൂലമാണ് ആത്മഹത്യ എന്നാണ് കുടുംബം പറയുന്നത്. ഒപ്പം തന്നെ ഈ അമീന മരുന്ന് കഴിച്ച് അമീനയെ കണ്ടെത്തിയതിന് ശേഷം ചികിത്സ വൈകിപ്പിച്ചതായും കുടുംബം ആരോപിക്കുന്നുണ്ട്. അമീനയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ തൊട്ടടുത്തുള്ള ക്ലിനിക്കുകളിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. ഈ ക്ലിനിക്കുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചത് ആശുപത്രിയുടെ മാനേജറായ അബ്ദുൾ റഹ്മാനാണ്. അബ്ദുൾ റഹ്മാൻ്റെ ബന്ധുവിൻ്റെ ക്ലിനിക്കിലേക്കാണ് ആദ്യം കൊണ്ടുപോകുന്നത്. പിന്നീട് അവശനിലയിലായ അമീനയെ തൊട്ടടുത്തുള്ള മറ്റു ക്ലിനിക്കുകളിൽ കൊണ്ടുപോയതിനു ശേഷമാണ് മികച്ച സൗകര്യമുള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനമാണ് ആശുപത്രി മാനേജറുടെ ഭാഗത്തുണ്ടായതെന്ന് ഇവർ ആരോപിക്കുന്നു. ഒപ്പം തന്നെ ഒരു മാസം മുൻപ് ഈ ആശുപത്രി മാനേജർ പരസ്യമായി ഈ അമീനയെ അപമാനിച്ചിരുന്നു. അതിൻ്റെ സങ്കടത്തിൽ അമീന കുടുംബാംഗങ്ങളെ ഈ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിൽ അമീന കുടുംബാംഗങ്ങളെ കുടുംബാംഗങ്ങളോട് താല്പര്യക്കുറവ് അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ ആശുപത്രിയിൽ നിന്ന് രാജിവെച്ച അമീനയെ ഒരു മാസത്തെ നോട്ടീസ് പീരീഡ് കൂടി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് ഈ ഒരു മാസത്തെ നോട്ടീസ് പീരീഡ് 13-ാം തീയതി പൂർത്തിയായതാണ്. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങേണ്ടിയിരുന്ന അമീനയെ മാനേജർ വീണ്ടും നിർബന്ധിച്ച് അവിടെ ജോലി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഒപ്പം തന്നെ ഈ നോട്ടീസ് പീരീഡിന് ശേഷം മടങ്ങണമെങ്കിൽ ഒന്നല്ലെങ്കിൽ പണം കെട്ടിവെക്കണമെന്നോ അല്ലെങ്കിൽ തുടർന്ന് ജോലി ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടു എന്നും ഈ കുടുംബം പറയുന്നുണ്ട്. ഒപ്പം ഈ കുടുംബം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമീന ഈ സ്ഥാപനത്തിൽ പഠിച്ച വ്യക്തിയാണ്. അതിനുശേഷം 1 വർഷക്കാലം അവിടെ ജോലി ചെയ്യണമെന്നായിരുന്നു ആദ്യം ആവശ്യമുണ്ടായിരുന്നത്. പിന്നീട് 1.5 വർഷം ജോലി ചെയ്തു. പിന്നീട് വിദേശത്തേക്ക് ജോലി അവസരം അമീനയ്ക്കുണ്ടായിരുന്നു. വിദേശത്ത് ജോലി ചെയ്യണമെന്നായിരുന്നു അമീനയുടെ ആഗ്രഹം. ആ നിലയിലുള്ള ഒരു ജോലി സാധ്യത അത് മുന്നിൽ വന്നപ്പോഴാണ് രാജിവെച്ച് അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുന്നതും. എന്നാൽ ഈ മാനേജറുടെ നിലപാട് തൻ്റെ മുന്നിലുള്ള ജോലി സാധ്യത അവസാനിപ്പിക്കുന്നതാണ് എന്നുള്ള മനോവിഷമത്തിലായിരിക്കും ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് അമീനയെ നയിച്ചത് എന്നും ഈ കുടുംബം പറയുന്നുണ്ട്. എന്തായാലും ഈ ആശുപത്രി മാനേജറിനെതിരെ വലിയ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ചികിത്സ വൈകിപ്പിച്ചതടക്കം ഈ മാനേജർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മരിച്ച അമീനയുടെ കുടുംബം. ഓക്കെ, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്.